ഞാൻ കൂടെ ഉണ്ട്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. ഫസ്റ്റ് പാർട്ട് വീഡിയോ ഞാൻ കഴിഞ്ഞൊരു ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നതിൻ്റെ. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. അതിൻ്റെ ബാക്കിയായിട്ടാണ് കേട്ടോ പറയുന്നത്. നമ്മളങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരത്ത് എത്തി. അപ്പൊ അവിടെ തന്നെ നമുക്കൊരു റൂം കിട്ടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോയി. ഇത്രയും പേർക്ക് 6 പേർക്കും കൂടി 1000 രൂപയാണ് ആ റൂമിന് പറഞ്ഞിരുന്നത്. ബസ്സൂട്ട് അപ്പോഴത്തേക്ക് നല്ല ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. നല്ല ഉറക്കത്തിലാണ് നമ്മൾ ട്രെയിനിൽ നിന്ന് എടുത്തുകൊണ്ട് ഇറങ്ങിയത് കേട്ടോ. പക്ഷെ പിന്നീട് ഒരു കുഴപ്പമില്ലെന്ന് ആള് നല്ല ത്രില്ലിലായിരുന്നു. അവിടുത്തെ ആ ചേട്ടൻ നമുക്ക് റൂം കൊണ്ടുവന്ന് കാണിച്ചു തന്നു. ഇതാണ് ബെഡ് കേട്ടോ, കുഴപ്പമില്ല, നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. പിന്നെ ഒരു ടോയ്ലറ്റേ ആകെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 6 പേരും പെട്ടെന്ന് കുളിച്ച് റെഡിയായിട്ട് താഴോട്ട് അമ്പലത്തിലോട്ട് പോകണം എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം സമയം കളയാൻ വേണ്ടിയിട്ടില്ല. ഇപ്പൊ തന്നെ റൂം എടുത്ത് വന്നപ്പോൾ നമ്മൾ 1 മണി ആയിട്ടുണ്ട്. വൈശാഖ മാസം ആയതുകൊണ്ട് തന്നെ നട തുറക്കുന്നത് 3:30 മണിക്കാണെങ്കിലും ഭയങ്കര തിരക്കായിരിക്കും. എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് അവൾ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നത് 7 മണിക്കൂറോളം ക്യൂ നിന്നെന്നാണ്. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു, മോനോടനെ കൊണ്ടൊക്കെ നിൽക്കുന്നതല്ലേന്ന്. പക്ഷെ നമ്മൾ വന്ന സമയത്ത് 12:30-1 മണി സമയത്ത് അവിടെ അങ്ങനെ ക്യൂവേ ഇല്ലായിരുന്നു. ആരും ക്യൂവിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല, തിരക്കേ ഇല്ലായിരുന്നു. കുറച്ച് പ്രോഗ്രാം, ഡാൻസ്, എന്തൊക്കെയോ പരിപാടികൾ സ്റ്റേജിൽ നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഫ്രണ്ടിൽ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ റെഡിയായി. ഞാൻ മുണ്ടും നേരിയതാണ് കേട്ടോ കൊടുത്തത്. എല്ലാവരും മുണ്ടും നേരിയതായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപെട്ട എല്ലാ കളറും ഉണ്ടായിരുന്നു. കറുപ്പ്, നീല, ചുവപ്പ്, പച്ച, എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആണുങ്ങൾക്ക് അറിയാമല്ലോ, മുണ്ടെടുത്ത് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവരും റെഡിയായി. മോനുടനെ തല കുളിപ്പിച്ചിട്ടില്ല. തല ഒന്ന് നനഞ്ഞ തോർത്ത് ഞാൻ തുടച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. പിറം കുളിപ്പിച്ചു. മോനുടെ 2-3 ദിവസം കൊണ്ട് വ്രതമൊക്കെ തന്നെയായിരുന്നു. അമ്പലത്തിൽ പോകാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ എല്ലാവരും വ്രതമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ അകത്ത് കയറിയ മൊബൈലൊന്നും നമുക്ക് കൊണ്ടുപോകാനൊന്നും പറ്റൂല. അപ്പോൾ അത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു എന്ന് വേണം പറയാൻ. പക്ഷെ ഒരുപാടൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് ആ ഒരു ടൈമിന്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് സമയം നമുക്ക് വീഡിയോ എടുക്കാനും അങ്ങനെയൊന്നും പറ്റിയിരുന്നില്ല. മോനിട്ട് ആക്റ്റീവ് ആയിരുന്നു. അതെനിക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമായിരുന്നു. പക്ഷെ മോനിട്ട് ആക്റ്റീവ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ഇറങ്ങി. 2:15 ആ ഒരു ടൈമിലാണ് നമ്മൾ കയറിയത്. പക്ഷെ തിരിച്ചിറങ്ങിയ സമയം എൻ്റെ പൊന്നി 5:30, 5:45, 6 മണി സമയമായി കേട്ടോ. പിന്നെ ഞാൻ റൂമിലൊക്കെ പോയതിന് ശേഷമാണ് വീഡിയോ എടുത്തത്. കാരണം മൊബൈൽ അവിടെ ഇരിക്കുകയായിരുന്നു. എൻ്റെ പൊന്നി എന്തോരം തിരക്കായിരുന്നു. നമ്മൾ അവിടെ ചെന്ന സമയത്ത് ആ ഒരു കൈപ്പിടി കെട്ടിയിട്ടിട്ടുണ്ടല്ലോ നമ്മൾ ആ സ്റ്റീലിൽ, ഇത് ഫുള്ള് പോരാങ്ങിട്ട് അപ്പുറത്ത് ഒരു കുറേ ഏക്കറോളം കയറ് പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അതിലൂടെ ഒരു റൗണ്ട് വന്ന്, അതിലൂടെ എത്ര ലൈൻ ഉണ്ടായിരുന്നു അറിയാം. ആ ലൈൻ അത്രയും കടന്നു വന്ന് ഈ ഒരു ഫ്രണ്ടിൽ, അതായത് ഇതിന്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് കമ്പി, കുറച്ച് സ്റ്റീലിന്റെ ഇത് ഇട്ടിട്ടുണ്ടല്ലോ, അവിടെ അത്രയും ക്യൂ നിന്ന് അകത്ത് കയറി. അയ്യോ, വലിയ ടാസ്ക് ആയിരുന്നു. പക്ഷേ നമ്മൾ അത്രയും നേരം ക്യൂ നിന്നാണ് കയറിയതെങ്കിലും കണ്ണനെ കണ്ടപ്പോഴത്തേക്ക് ആ ഒരു സങ്കടം വിഷമമൊക്കെ പോയി. യഥാർത്ഥത്തിൽ 5:30 മണിയായി ആ ക്ഷേത്രത്തിന്റെ കവാടത്തിൽ നമുക്കൊന്ന് തൊടാൻ പറ്റിയത്. ബാക്കിയെല്ലാം നമ്മൾ വെളിയിൽ ആ ക്യൂവിലായിരുന്നു. പിന്നെ കുറേ നേരം ക്യൂ തന്നെ അങ്ങ് അടച്ചിട്ട് ഇതിനിടയിൽ ഒരാള് തല ഇറങ്ങി വീണു. പക്ഷെ അതൊക്കെ അവിടെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ആംബുലൻസ് വന്നു, അവരെ കൊണ്ടുപോയി. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു 3:30, 4 മണി ആയപ്പോൾ എനിക്ക് നന്നായിട്ട് ഉറക്കം വന്നു. അപ്പോഴത്തേക്കും പകുതി ലൈൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ഇതിലിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഉറക്കം വന്നു പോയ, കാരണം രാവിലെ എണീറ്റതിൻ്റെ ക്ഷീണവും, ഉറങ്ങാൻ പറ്റിയില്ല. അന്ന ദിവസം ഒന്നും ഉറങ്ങിയില്ലല്ലോ, തലേ ദിവസം വർക്കുണ്ടായിരുന്നു. നല്ല ക്ഷീണം പറഞ്ഞു. മോനൂട്ടനാണെങ്കിൽ ഉറക്കം അതൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ചെറുതായിട്ടൊന്ന് മയങ്ങിയതേ ഉള്ളൂ. ഞാൻ അവനെ വഴക്ക് ഉറങ്ങിയപ്പോൾ അവൻ്റെ മടിയിൽ കിടന്നങ്ങ് ഉറങ്ങിയതേ ഉള്ളൂ. നിദ്ര കിടന്ന് ഉറങ്ങുന്നു പറഞ്ഞു ഞാൻ വഴക്ക് പറയും. അപ്പോൾ എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങി. പക്ഷെ എനിക്ക് നിൽക്കാൻ വയ്യാത്ത ക്ഷീണമായിരുന്നു. ഇതിനിടയിൽ അമ്മയും നമ്മളുമായിട്ടുള്ള കൂട്ടം തെറ്റി. മാമിയും മാമനും ഞാനും അച്ചു ശ്രുതിയൊക്കെ ഒരുമിച്ചായിരുന്നു. പക്ഷെ അമ്മയും നമ്മളും തമ്മിലുള്ള ആ ഒരു കൂട്ടം തെറ്റി. അമ്മ പിന്നെ വേറൊരു ലൈനിലായി. പക്ഷേ അമ്മയാണ് മുമ്പേ പോയതെങ്കിലും ഫസ്റ്റ് നമ്മളാണ് കണ്ണനെ കണ്ടത്. അമ്മ രണ്ടാമതാണ് കണ്ടത്. പക്ഷേ എന്താ പറയുക, കൂട്ടം തെറ്റിപ്പോയി. അത്രയ്ക്ക് ചെലവായിരുന്നു. അത് കഴിഞ്ഞ് അമ്മയെ നമ്മൾ അകത്ത് വെച്ച് കണ്ടെങ്കിലും ലൈനിൻ്റെ, അതായത് കുറേ ദൂരം അപ്പുറത്ത് നിന്ന് കണ്ടെങ്കിലും പുറത്തോട്ട് വരാൻ ഒരുപാട് ലേറ്റായിട്ടാണ് അമ്മ പുറത്തോട്ട് വന്നത്. അതെല്ലാം കഴിഞ്ഞ് തൊഴുത് കഴിഞ്ഞിട്ട് അമ്മ പുറത്തോട്ട് വന്ന് മോനുടനെ തുലാഭാരം ഉള്ളതുകൊണ്ട് രസീത് എടുക്കണം. അപ്പം അമ്മ രസീത് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ നമ്മുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ പോയത്. അപ്പം മാമി എന്ത് ചെയ്തു, അമ്മയെ കാത്ത് അവിടെ പടിക്കെട്ടിലിരുന്നു വെളിയിൽ. മാമി പുറത്തിറങ്ങിയെന്ന് വിചാരിച്ച് അവിടെ അത്രയും നോക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. ഞാൻ ഇവരടുത്ത് പറഞ്ഞിട്ട് ഞാനും മോനൂട്ടനും കൂടെ കാപ്പി കുടിക്കാൻ പോയി. അമ്പലത്തിൽ നിന്ന് തന്നെ കാപ്പിയും ചോറും ഒക്കെ കിട്ടും. അങ്ങനെ ഞാൻ വിചാരിച്ച് കാപ്പി പോയി കുടിക്കാമെന്ന്. അപ്പോൾ ക്യൂ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ അകത്ത് കയറി. മോനോട് ഒരു വിധത്തിൽ കഴിച്ചില്ല. പിന്നെ ഞാൻ മാത്രം കഴിച്ചിട്ടിറങ്ങി. അവൻ ഭയങ്കര നിർബന്ധമായിരുന്നു അവൻ്റെ റൂമിൽ പോകണമെന്നും പറയുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും അകത്ത് കയറി, ക്ഷേത്രത്തിനകത്ത് കയറി അവരെയൊക്കെ നോക്കി. ഇവർ രണ്ടുപേരും പല ദിക്കിലായിരുന്നു. പിന്നെ എല്ലാവരെയും അവിടെ വെച്ച് കണ്ട് മാമിയും അമ്മയും കാപ്പി കുടിക്കാൻ പോയി. അപ്പോൾ ഞാൻ കാപ്പി കുടിച്ച്, മോനുടൻ കാപ്പി കുടിച്ചില്ല. അതുകൊണ്ട് മോനുടനുള്ള കാപ്പി അമ്മ റൂമിലോട്ട് മേടിച്ചിട്ട് വന്നു. ഞങ്ങൾ റൂമിലോട്ടും പോയി. റൂമിൽ പോയി ഞാൻ ഒന്ന് കിടന്നു. അപ്പോൾ തന്നെ അമ്മ വരികയും ചെയ്തു.
കിടന്ന് മോനുട്ടന് അമ്മ കാപ്പി കൊടുത്തു. എനിക്കൊട്ടും ബോധമില്ലായിരുന്നു. ഭയങ്കര ക്ഷീണമായിരുന്നു. കാല് കഴപ്പ്, മുതുകഴപ്പ്, അതിനിടയിൽ ഉറക്കക്ഷീണം എല്ലാം കൂടി ഞാൻ 1 മണിക്കൂറോളം ഞാൻ അവിടെ ബെഡിൽ കിടന്ന് അച്ചു വന്നു, ശ്രുതി വന്ന് കിടന്നു. എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കണ്ണുറന്ന് നോക്കിയപ്പം റൂമിനകത്ത് മാമൻ്റെ ഫ്രണ്ട് നിൽക്കുന്നു, തൃശ്ശൂരുള്ളത് തന്നെ. അപ്പം അവരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് വിളിച്ച്. വൈകുന്നേരം 5:30ക്കാണ് ട്രെയിന്, നിങ്ങൾ പിന്നെ ഇത്രയും നേരം ഇവിടെ നിൽക്കണ്ടേ, വന്നോളാൻ പറയും. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ എന്ത് ചെയ്ത് അങ്ങോട്ട്, ഞാൻ ആ 1-2 മണിക്കൂർ ഒന്ന് കിടന്നപ്പോഴത്തേക്ക് സത്യം പറയാൻ എനിക്ക് ഇത്തിരി ആശ്വാസമായി. അങ്ങനെ പിന്നെ ഞാൻ കാപ്പി കുടിച്ചില്ലെന്ന് കരുതി കാപ്പിയും കൂടെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. മോനുട്ടനും എനിക്കും കാപ്പി മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ ഞാൻ ആ കാപ്പി എടുത്ത് കഴിച്ചു. ഇനിയിപ്പം അത് എടുത്ത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, നമ്മൾ അവിടെ കാപ്പി കുടിക്കാൻ വേണ്ടി കയറുമല്ലോ, അതായത് ക്ഷേത്രത്തിൽ നിന്നുള്ള കാപ്പി ഉണ്ടല്ലോ, അത് കഴിക്കാൻ കയറുമ്പോഴും ഷർട്ടോ പാൻറ്റോ കൈലിയോ ലുങ്കിയോ ആണുങ്ങൾ എടുക്കാൻ പാടില്ല, മൊബൈൽ കൊണ്ടുപോകാൻ പാടില്ല. അതായത് ഫുൾ എങ്ങനെ ചെക്കിങ്ങോട് കൂടിയാണ് നമ്മൾ കണ്ണനെ കാണാൻ കയറിയോ അതേ ചെക്കിങ്ങോട് കൂടിയാണ് നമ്മൾ കാപ്പി കുടിക്കാനും കയറുന്നത്. പക്ഷെ അതെനിക്ക് ആദ്യത്തെ അറിവായിരുന്നു കേട്ടോ. അവിടെയും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ക്യൂ, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അത് പോരാതെ തന്നെ എനിക്കറിഞ്ഞൂടാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കംപ്ലീറ്റ് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാനും പറ്റിയില്ല, അതിനുള്ള ടൈം കിട്ടിയില്ല. പിന്നെ ഇനിയിപ്പോൾ എത്ര ക്യൂ എന്ന് പറഞ്ഞാലും 1 മണിക്കൂറല്ല, 2 മണിക്കൂറല്ല, ഇപ്പോൾ 10 മണിക്കൂറായാലും 5 മണിക്കൂർ അല്ല 15 മണിക്കൂറാണെങ്കിലും പോട്ട് 5 ദിവസമാണെങ്കിലും ആ ക്യൂവിൻ്റെ ഒക്കെ ആ ഒരു വേദന മാറണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു വിഷമം മാറുന്നത് നമ്മൾ അകത്ത് കയറി ഗുരുവായൂരപ്പനെ കാണുമ്പോഴാണ് കേട്ടോ. മനസ്സിനകത്ത് കിട്ടുന്നൊരു സന്തോഷമുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ അമ്മയൊക്കെ ഇഷ്ടം പോലെ വട്ടം കയറി മുമ്പൊക്കെ വന്ന് കണ്ടിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഇപ്പോഴും കണ്ണൻ്റെ യഥാർത്ഥ രൂപം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കിട്ടത്തില്ല. എന്തോ അത് എനിക്കും ഇപ്പോൾ കിട്ടത്തില്ല. അമ്മയുടെ വയ്ക്കുമ്പോഴും അമ്മയുടെ അടുത്തായാലും മാമിയുടെ അടുത്തായാലും മാമിയൊക്കെ പറയണത് ഇങ്ങനെയാണ്. ബാക്കി ആ ലൊക്കാലിറ്റിയിലുള്ളവർക്ക് ഒരു പക്ഷേ എന്നും കാണുന്നവർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. പിന്നെ ഓരോ ദിവസവും ഓരോ രൂപങ്ങളാണ് കണ്ണന്. ഇവിടെ ഈ ഇഡ്ഡലി എടുത്ത് വെച്ചിട്ട് എന്തിനാണ് സംസാരം ഉണ്ടായതെന്ന് അറിയാമോ? ഈ ഒരു ചമ്മന്തി ഞാൻ ഒഴിച്ചല്ലോ, ആ ഒരു ചമ്മന്തി ഒരു ചെറിയ തരി ഉണക്കം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറയും റവ എങ്ങാനും ആണോ എന്ന് തോന്നുന്നു. അങ്ങനെ ബീന അമ്മയൊക്കെ വന്ന് നോക്കി, അങ്ങനെ അമ്മയും വന്ന് നോക്കിയിട്ടാണ് പറയുന്നത് റവ ആയിരിക്കില്ല, മിക്കവാറും കടല വെച്ചിട്ട് ചമ്മന്തി അരയ്ക്കുമല്ലോ തൈര് ഒഴിച്ചേക്കണ്ട, അതായിരിക്കും എന്ന് പറയുന്നതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ചെറിയ പുളിപ്പും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ വന്നുകൊണ്ട് അവിടെ കുറച്ച് സ്പെഷ്യൽ ഫുഡൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു ചേട്ടനും ചേച്ചിയും കൂടി. പുറത്തുനിന്നൊക്കെ എന്തൊക്കെയോ ഫിഷും ചിക്കനും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചിയെ കുറച്ച് അരിഞ്ഞു പറക്കിയൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ പോയി ബസൂട്ടൻ്റെ അടുത്തിരുന്നു. ബസൂട്ടോടൊക്കെ ഒന്ന് ഭയങ്കര ബഹളമായിട്ട് അവനെ ഞാൻ നിർബന്ധിച്ച് കിടത്തി ഉറക്കി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനും കുറച്ച് ചെറുതായിട്ടൊന്ന് മയങ്ങി. എല്ലാവരും ഒന്നും ഉറങ്ങി കേട്ടോ. അമ്മയൊക്കെ ചെറുതായിട്ടൊന്ന് മയങ്ങി. ബീനാമി മാത്രമാണ് ഒന്നും ഉറങ്ങാതിരുന്നത്. ബാക്കി എല്ലാവരും അച്ചു ചെറുതായിട്ട് എല്ലാവരും ഒരു പൂച്ച മയക്കത്തിനുള്ള മയക്കമേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ഉറങ്ങിയതിന് ശേഷം എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഞാൻ വന്നിരുന്ന സമയത്ത് മോനോട്ടനെ വിളിച്ചില്ല, മോനോട്ടൻ നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ട് വിളിച്ചില്ല. ഇനിയിപ്പോൾ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എണീപ്പിക്കുമ്പോൾ എനിക്കറിയാം പൂക്കിലുണ്ടാക്കുന്നു. അതേപോലെ തന്നെ ആളെ വിളിച്ചുണർത്തിയപ്പോഴത്തേക്കും പൂക്കിലുണ്ടാക്കി. അവിടെ കിടന്ന് കരച്ചിലും ബഹളവും ഒരു ബഹളമായിരുന്നു. പിന്നെ ചേച്ചി നല്ല രീതിയിൽ ഫുഡൊക്കെ വെച്ച് തന്നു. ചേച്ചിക്ക് എന്തോ നോയമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ടും ചേച്ചി നമുക്ക് നോൺ വെജ് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഫിഷ് ഫ്രൈയും എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ഫ്രൈ എനിക്കിപ്പോൾ തന്നെ ഓർമ്മ വന്നില്ല. പിന്നെ കൂടുതലും അവിടെ ഫിഷ് ഐറ്റംസ് അല്ലെങ്കിൽ എന്താണ് ചിക്കൻ അങ്ങനെയൊക്കെ തന്നെയാണ്. വെജിറ്റബിൾസ് കൂടുതൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടത്തെ കണക്കില്ല കേട്ടോ. ഇവിടെ തോരൻ, അവിയൽ, സാമ്പാർ എന്തുമാത്രം കറികളാണ്. പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു മെയിനായിട്ട് 1-2 ഐറ്റംസ് അല്ലെങ്കിൽ 2-3 ഐറ്റംസൊക്കെ കാണത്തുള്ളൂ. അങ്ങനെ നമ്മൾ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ട്രെയിനിൻ്റെ സമയം നോക്കി നമ്മൾ ഇറങ്ങി. സത്യത്തിൽ ഇത് ഗുരുവായൂർ തൊട്ടടുത്താണ്, ഒരു 5-10 മിനിറ്റ് അത്രേ വേണ്ടുള്ളൂ ഈ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവരൊക്കെ മുമ്പേ വന്നിട്ടുണ്ട്, ഞാനും മോനോട്ടനും മാത്രമാണ് ഫസ്റ്റ് ടൈം ഉള്ളത്. പിന്നെ ശ്രുതിയും ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ. മോനോട്ടൻ ഭയങ്കര കരച്ചിലായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചുകൊണ്ട് പിന്നെ ആഹാരമൊക്കെ കൊടുക്കാൻ നോക്കിയെങ്കിൽ കഴിച്ചില്ല. പിന്നെ മാമന് ഗുരുവായൂർ പപ്പടം വാങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും ക്ഷേത്രത്തിൻ്റെ നടയിലെത്തി. ഇതിപ്പം പടിഞ്ഞാറേ നടയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ, നമ്മൾ മെയിൻ നടയിലല്ല എത്തിയിട്ടുള്ളത്. അങ്ങനെ മാമൻ പപ്പടം വാങ്ങിക്കാൻ പോയ സമയത്ത് മോനോട്ടൻ്റെ കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ട്രെയിനിൽ അവൻ കൊണ്ടുവന്ന കളിപ്പാട്ടത്തിൻ്റെ അതേ മോഡലിൽ തന്നെ കേട്ടോ. അവൻ തന്നെ പറഞ്ഞതാണ് എനിക്കത് മതിയത്. പിന്നെ അത് തന്നെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അവിടെ ഇപ്പോൾ ഒരു 1-2 മണി അടുപ്പിച്ചായി. അപ്പോൾ ഏകദേശം എല്ലാവരും ഒന്ന് തിരക്കൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. രാവിലത്തെ തിരക്കിനെ വെച്ച് നോക്കണമെങ്കിൽ ഒന്നും അല്ല. രാവിലെ എന്തുമാത്രം തിരക്കായിരുന്നു അറിയാമോ. പിന്നെ ഈ ശ്രീകൃഷ്ണനൊക്കെ വിഗ്രഹങ്ങളൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ എന്തൊരു കളർഫുള്ളാണെന്ന് അറിയാമോ. അവിടെ നിന്ന് വരാനേ തോന്നൂല. പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചതിന് പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ കുഴപ്പമില്ല, നമ്മൾ ഇനിയും പോകുന്നതായിരിക്കും എന്നെങ്കിലുമൊക്കെ. പിന്നെ
കണ്ണൻ വിചാരിക്കുകയാണെന്നെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്തുമാത്രം തടസ്സങ്ങൾ എനിക്കുണ്ടായിരുന്നതെന്ന് അറിയാമോ? അതെല്ലാം മറികടന്ന് ഞാനിപ്പോൾ കണ്ണനെ കാണാൻ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ണൻ ഇനി ആഗ്രഹിക്കുമ്പോഴേ എനിക്ക് വീണ്ടും എത്താൻ പറ്റുള്ളൂ. അല്ല, നമ്മൾ ആഗ്രഹിക്കുമ്പോഴൊന്നും കണ്ണനെ കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഇവിടെ നിന്ന് നേരെ ഇനി നമുക്ക് തൃശ്ശൂരാണ് പോകാനുള്ളത്. കാരണം ഗുരുവായൂർ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ട്രെയിൻ ആ ഒരു സമയത്തിനില്ല. പിന്നെ രാത്രിയോ വെളുപ്പിനോ അങ്ങനെ കണ്ടൊക്കെ ഉള്ളൂ. അപ്പോൾ അത്രയും നേരം നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂരിൽ നിന്ന് 5:30 മണിക്കാണ് 3:30 മണിക്കാണ് ട്രെയിൻ ബുക്കിംഗ് ചെയ്തിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. മോനുട്ടൻ ചെറുതായിട്ട് വീണ്ടും കാറിയിരുന്ന് ഒന്ന് മയങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഉറപ്പുണ്ട് ഇനി അവൻ ട്രെയിനിൽ കയറുമ്പോൾ ഒട്ടും ഉറങ്ങത്തില്ല എന്ന്. ഒരു പോള അവൻ കണ്ണടക്കത്തില്ല. പിന്നെ എനിക്ക് ക്ഷീണമൊന്നുമില്ല. ഞാനും 2 ട്രിപ്പായിട്ടൊന്നും മയങ്ങിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. മോനുട്ടൻ അതിനിടയ്ക്ക് കളിപ്പാട്ടങ്ങൾ എല്ലായിടത്ത് പുറത്ത് എടുത്ത് കവർ പൊട്ടിച്ച് പുറത്തെടുത്ത്. അപ്പോൾ ആ കവറിൽ ഇരുന്നിരുന്നെങ്കിൽ കുഴപ്പമില്ല. മറ്റേത് കയ്യിൽ ഈ സ്റ്റെപ്പും കയറി പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മോനുട്ടനെയും കൊണ്ടൊക്കെ പോകുമ്പോഴത്തേക്ക്. പിന്നെ ഞാൻ ബാഗിൽ എടുത്ത് വെച്ചതിന് പിന്നെ കരച്ചിലായി, ആകെ സീനായിരുന്നു. പിന്നീട് ഈ ഉറക്കം എണീറ്റ് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര അലുമ്പായിരുന്നു. പിന്നെ ആഹാരവും കഴിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ചോറ് കറിയും കൂടി എടുക്കുകയാണ് ചെയ്തത്. ട്രെയിനിൽ വെച്ചെങ്കിലും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ 3:30ക്കാണ് ട്രെയിൻ. പക്ഷെ ട്രെയിൻ വന്നപ്പോൾ എൻ്റെ ഊഹ് ശരിയാണെന്ന് പറയും 4:15 കഴിഞ്ഞ് 3-4 ട്രെയിൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ട്രെയിൻ വന്നത്. സത്യത്തിൽ പറയുകയാണെങ്കിൽ ഓരോ ട്രെയിൻ വരുമ്പോഴും ഞാൻ വീഡിയോ പിടിക്കുമായിരുന്നു, ഇതായിരിക്കും നമ്മുടെ ട്രെയിൻ, ഇതായിരിക്കും നമ്മുടെ ട്രെയിൻ എന്ന്. പക്ഷേ അച്ഛനാണ് പറയണത്, അനിയനാണ് പറയണത്, ചേച്ചി ഇതല്ല നമ്മളെ ട്രെയിന്, ഇനി വരാൻ പോണതായിരിക്കും എന്ന്. അങ്ങനെ 2-3 ട്രെയിൻ കഴിഞ്ഞപ്പോഴാണ് 4ാമത്തെ ട്രെയിൻ കണ്ടാണ് നമുക്കുണ്ടായിരുന്നത്. മോനുടെ സ്പൈഡർമാൻ എല്ലാം കൂടി തറയെ വെച്ചിരുന്ന് കളിക്കണം എന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചു. അപ്പം ഞാൻ പറയും തറയൊന്നും ഇരിക്കല്ലേടാ, വൃത്തിയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മാമൻ്റെ അടുത്ത് പോയിരുന്നു. അപ്പം എനിക്കൊന്ന് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഫ്രഷ് ആവണമെന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ തലേദിവസം വന്ന ട്രെയിന് നല്ല വൃത്തിയും കാര്യങ്ങളും ആയിരുന്നു. ക്ലോസറ്റൊക്കെ അടിപൊളി സെറ്റ് വൃത്തിയായിരുന്നു. പക്ഷേ തിരിച്ചിനി നമ്മൾ പോകുന്ന ട്രെയിൻ എങ്ങനെയാവും എന്ന് അറിഞ്ഞൂടല്ലോ. അതുകൊണ്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനകത്തുള്ള ടോയ്ലറ്റിൽ കയറാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മോനുട്ടൻ ഒരു വിധത്തിൽ സമ്മതിച്ചില്ല, എൻ്റെ കൈവിട്ട് മാറിപ്പോയില്ല കേട്ടാ. അങ്ങനെ എൻ്റെ അടുത്ത് തന്നെ നിൽക്കണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സമ്മതിക്കാതെ ബഹളമായിരുന്നു. പിന്നെ നമ്മൾ ട്രെയിനിൽ കയറി. ട്രെയിൻ അങ്ങ് ദൂരെ കൊണ്ടുവന്നാണ് നിർത്തി. നമ്മൾ കുറേ ദൂരം ഓടി, ഞാനും മസൂട്ടനും കൂടി. അങ്ങനെ സ്പൈഡർമാനെ പൊക്കി പിടിച്ചുകൊണ്ട് സീറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെയാണ് നമുക്കൊരു ചെറിയൊരു വിഷമം തട്ടിയത്. കാരണം 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 2 ബോഗിയിലായിരുന്നു ഈ 6 പേര്. അപ്പോൾ കുറച്ച് വിഷമം തോന്നി. എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് പോയിരുന്നെങ്കിൽ. ഇപ്പം മെയിനായിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഒരുമിച്ച് ആയതുകൊണ്ട് കൂടി ആയിരിക്കാം 2 ബോഗിയിലായപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു വിഷമമായി. പിന്നെ നമുക്ക് സീറ്റ് അങ്ങനെയാണ് കിട്ടിയത്. അതുകൊണ്ടാണ് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. പിന്നീടാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. അതായത് നമ്മൾ ബുക്ക് ചെയ്ത സമയത്ത് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. അങ്ങനെ ട്രെയിനൊക്കെ മൂവ് ചെയ്തു. മാമനും മാമിയും ഞാനും വസൂട്ടനും ആണ് ഒരു ബോഗിയിലുണ്ടായിരുന്നത്. അമ്മയും അച്ഛനും ശ്രുതി അപ്പുറത്തെ ബോഗിയിലായിരുന്നു. അങ്ങനെ നമ്മൾ വിളിക്കുന്നുണ്ടായിരുന്നു, സീറ്റൊക്കെ കിട്ടിയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചായിരുന്നു. അപ്പോൾ അവർക്ക് സീറ്റ് കിട്ടി. പിന്നെ മാമൻ സൈഡ് സീറ്റിലാണ് ഇരുന്നത്. പിന്നെ മാമനെ ഓടിച്ചിട്ട് ഞാനും വസൂട്ടനും കൂടെ ഇരുന്ന്. എല്ലാവർക്കും സൈഡ് സീറ്റാണ് കേട്ടോ ഇഷ്ടം. എല്ലാവർക്കും, അമ്മയ്ക്കായാലും എല്ലാവർക്കും സൈഡ് സീറ്റാണ് ഇഷ്ടം. പിന്നെ കാഴ്ചകൾ കാണാൻ ഇത്രയും മണിക്കൂർ ഇരിക്കില്ല. അപ്പോൾ പിന്നെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ സൈഡ് സീറ്റ് തന്നെ കുറച്ചുകൂടി ബെറ്റർ. മൊബൈൽ ചാർജൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ പവർ ബാങ്കൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ചാർജൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ ഓപ്പോസിറ്റ് പഞ്ചാബിൽ നിന്നുള്ള ഫാമിലി ആയിരുന്നു. 2 പെൺമക്കളും അമ്മയും അച്ഛനും കൂടി. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹിന്ദി ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് വെച്ച് കേട്ടോ. ഞാൻ ലാസ്റ്റ് 10ാം ക്ലാസ്സിലാണ് ഹിന്ദി പഠിക്കുന്നത്. +1 +2 ഒന്നും ഹിന്ദി ആയിരുന്നില്ല, സെക്കൻഡ് ലാംഗ്വേജ്. അപ്പോൾ അന്ന് പഠിച്ച ആ ഒരു അറിവും പിന്നെ ഈ ഷോപ്പിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ കൂടെയുള്ള ജെൻസ് വർക്കേഴ്സ് അത്രയും ഹിന്ദിക്കാരായിരിക്കും. അപ്പോൾ അവരൊന്ന് തൊട അതൊക്കെ തന്നെ ആയിട്ട് അറിയാവുന്നത്. അല്ലാതെ ഭയങ്കരമായിട്ട് എനിക്ക് ഹിന്ദി പറയാനൊന്നും അറിയില്ല. എന്നാൽ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. ഒരുപാട് അങ്ങ് സംസാരിക്കാനാണ് എനിക്ക് അറിഞ്ഞൂടാത്തത്. പിന്നെ മാമന് നന്നായിട്ട് ഹിന്ദി അറിയായിരുന്നു. അപ്പോൾ മാമന് കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹിന്ദിയൊക്കെ സംസാരിച്ചു. അവർ കോട്ടയം എത്തിയപ്പോഴത്തേക്ക് ഇറങ്ങി. അവർക്ക് വെക്കേഷൻ ടൈം എങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നാണ് പറയുന്നത്. കൊള്ളാം, നല്ല ഫാമിലി ആയിരുന്നു, നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം പുറത്തോട്ടൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്, ഈ ട്രെയിൻ വൃത്തി വളരെ മോശമായിരുന്നു. വളരെ മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ വെറുത്തുപോയി. നമ്മൾ തലേ ദിവസം പോയ ട്രെയിൻ നല്ല അടിപൊളി വൃത്തിയായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഡൽഹിയിൽ നിന്നൊക്കെ പറഞ്ഞതായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഇത്രയും വൃത്തിഹീനമായി കിടന്നത്. ശംഭു, പിന്നെ എന്തൊക്കെ കവറുകൾ, എനിക്ക് ഇതിൻ്റെയൊക്കെ കവറുകൾ കാണുമ്പോഴേ എന്തോ പോലെയാണ്. അതിലൊക്കെ ചവിട്ടിയാണ് ഇരുന്നത് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കൊച്ചിനെയും കൊണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ടോയ്ലറ്റ്, എൻ്റെ പൊന്നോ നല്ല അടിപൊളി ടോയ്ലറ്റ് ആയിരുന്നു, ഒന്നും പറയാനില്ല. അത് കേൾക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എന്തായിരിക്കും എൻ്റെ ആ ഒരു മാനസികാവസ്ഥയെന്ന്. തലേ ദിവസം നമ്മൾ പോയ ട്രെയിൻ എന്ത് സൂപ്പറായിരുന്നു എന്നറിയാമോ. ആ ബാത്റൂം ഞാൻ കണ്ടിട്ട് എനിക്ക് തോന്നി ഇതിനേക്കാളും വൃത്തിയുള്ള ബാത്റൂമുകൾ കാണുമെന്ന് എനിക്ക് തോന്നി. പക്ഷെ അങ്ങനെയല്ല, അതിനേക്കാളും വൃത്തിയുള്ള ബാത്റൂം എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് വൃത്തികേടായിട്ടുള്ള ബാത്റൂം ആയിരുന്നു കേട്ടോ ഇത്. നല്ല ബാത്റൂം
ആയിരിക്കും എന്ന് വിചാരിച്ചാണ് ഇരുന്നത്. കാരണം മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആകാമെന്ന് കരുതി. പിന്നെ ഞാൻ മുഖമൊക്കെ കഴുകി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഞാൻ കുപ്പിയിലെ വെള്ളം വെച്ചൊക്കെ മുഖമൊക്കെ കഴുകി. സ്ലീപ്പർ ആയതുകൊണ്ട് തൊട്ട് മുകളിൽ രണ്ടുപേര് കിടക്കുന്നുണ്ടായിരുന്നു. അവർ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരാണ് ട്രിവാൻഡ്രത്ത് പോകാൻ വേണ്ടിയിട്ട്. അവരോടൊക്കെ സംസാരിച്ചു. എനിക്ക് തമിഴ് പിന്നെയും പേസാനറിയാം കേട്ടോ, പക്ഷേ എനിക്ക് ഹിന്ദിയാണ് തീരെയും ഓക്കെ കുഴപ്പമില്ല. 9:15 എത്താനുള്ള ട്രെയിനായിരുന്നു. പക്ഷേ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറോളം ലേറ്റായിട്ടാണ് എത്തിയത്. പിന്നെ മോനൂട്ടിന് വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ചെറുതായിട്ടൊക്കെ വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബിരിയാണി കൊണ്ടുവന്നു, ഞങ്ങളാരും വാങ്ങിച്ചില്ല. കാര്യം മതിയായി. ആ ട്രെയിനിൽ നിന്ന് ഒന്നും വാങ്ങിക്കരുതെന്ന് നമ്മളങ്ങ് തീരുമാനിച്ചു കേട്ടോ. ട്രെയിനിനകത്ത് വസുട്ടിനും ഞാനുമായിട്ട് കളിയും ചിരിയും ബഹളമൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ ആ സ്റ്റേഷനിൽ എത്തി, ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. എല്ലാവരും കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും കഴിക്കാൻ പോകണം, നന്നായിട്ട് കൈയൊക്കെ സോപ്പിട്ട് കഴുകിയിട്ട് എന്തെങ്കിലും കഴിക്കണം കേട്ടോ. എന്നിട്ട് നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോകണം. അവിടെ നിന്ന് നേരെ വീട്ടിലോട്ടാണ്. പിന്നെ വെങ്ങാറോട് എത്തിയിട്ട് ആട്ടോയിൽ പോകാന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഈ യാത്ര എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ എപ്പോഴും ജോലി, വീട്, വർക്ക് എന്നിങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് ചെറുതായിട്ടൊന്ന് റിലാക്സ് ആവാൻ പറ്റി, ഫ്രഷ് ആവാൻ പറ്റി. ഓക്കെ, അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നാളെ വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, സീ യു.